വെൽക്കം ടു അവർ ചാനൽ OET ലേണിംഗ് മാസ്റ്റേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ OET റീഡിങ്ങിൻ്റെ B പാർട്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മൾ A പാർട്ട് ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. എല്ലാവർക്കും ഭയങ്കര പാടുള്ള ഒരു ഏരിയയാണ്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല. ഏകദേശം എല്ലാവർക്കും ഇത് എന്താണെന്നൊക്കെ അറിയാം. 50 മിനിറ്റ്സിൽ 20 ആൻസർ ചെയ്യണമെന്നും, അത് WHO ക്വസ്റ്റ്യൻ ഉണ്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ 1 to 7 വരുന്നത് ഏത് ടെക്സ്റ്റിൽ നിന്നാണെന്നുണ്ട്, ഇതെല്ലാം അറിയാം. അപ്പം എങ്ങനെയാണ് വായിക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിലേക്ക് കൊണ്ടുവന്ന് ABCD എന്താണെന്ന് മനസ്സിലാക്കി വായിക്കുക. അപ്പോൾ 1/2 മിനിറ്റ് എടുത്ത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വായിക്കണം. അവിടെ എന്താ കൊടുത്തേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വായിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാവരും ഇത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നാമത് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ പാനിക് സിറ്റുവേഷനാണ്. നമ്മൾ ആകെ എന്താണ് എവിടെയാണ് കിടക്കുന്നത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ടെക്സ്റ്റ് എയിലേക്ക് പോവുക. ടെക്സ്റ്റ് എയിൽ നോക്കിക്കുക. സെല്ലുലൈറ്റിസ് ഡെഫിനിഷനും എറ്റിയോളജിയാണ് പറഞ്ഞേക്കുന്നത് ടെക്സ്റ്റ് എയിൽ. അപ്പോൾ അത് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. അവിടെ എന്താണ് പറയുന്നത്, ഡെഫിനിഷൻ ആൻഡ് എറ്റിയോളജി. അപ്പോൾ സെല്ലുലൈറ്റിസ് ആൻഡ് അക്യൂട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നു. അത് എവിടെയാണ്, ഡെർമിസിലും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലും ഒക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എങ്ങനെയാണ്, റെഡ് ആണ്, പെയിൻഫുള്ളാണ്, ഹോട്ട്സ് ഉള്ളതിനൊക്കെ ഉണ്ടാവും, സംടൈംസ് ബ്ലിസ്റ്റർ ഫോർമേഷൻ, ചില സമയത്ത് ബ്ലിസ്റ്റർ ഉണ്ടാവും, ഫീവർ ആൻഡ് നോസിയം അക്കമ്പനിഡ് പ്ലസ് സ്കിൻ ഡിസീസ്, ഫീവർ നോസിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് അതിൽ പറയുന്നത്, സെല്ലുലൈറ്റിസ് എന്ത് ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്, അവിടെ ഒരു ഫീവർ ആൻഡ് നോസിയൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുക. അടുത്ത പാരഗ്രാഫിൽ കോമണസ്റ്റ് ഓർഗാനിസം കോസ് ചെയ്യുന്ന സെല്ലുലൈറ്റിസ്. അപ്പോൾ ഏത് ഓർഗാനിസമാണ് സെല്ലുലൈറ്റിസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. പിന്നെ അതിനെക്കുറിച്ച് ഏത് ഓർഗാനിസമാണ്, ആ ഓർഗാനിസത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്കവിടെ അറിഞ്ഞാൽ മതി ഏത് ഓർഗാനിസമാണ് അവിടെ കോസ് ചെയ്യുന്നുള്ള, ഏത് പാരഗ്രാഫാണെന്ന് അറിഞ്ഞാൽ മതി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ട, അങ്ങോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം. കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. നമുക്കത് ഫോക്കസ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്കത് ഫോക്കസ് ചെയ്യണം. അത്രേ മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താണ്, ലെഗ് ഈസ് ദ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ്. അപ്പോൾ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് സൈറ്റ് ലെഗാണ്, മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് സൈറ്റ്. അപ്പോൾ മോസ്റ്റ്, ലീസ്റ്റ് എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് റിവ്യൂ വരുന്നത് ശ്രദ്ധിക്കുക, പെർസെൻറ്റേജ് വരുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ ആൻസർ വന്ന് കിടക്കും. അപ്പോൾ മോസ്റ്റ് കോമൺലി അഫക്റ്റഡ് സൈറ്റ് ഏതാണെന്ന് പറയുന്നുണ്ട്. യൂണിലാറ്ററൽ പ്രസൻറ്റേഷൻ ആണെന്ന് പറയുന്നുണ്ട്. ബയലാറ്ററൽ ലെഗ് സെല്ലുലിറ്റിസ് ക്യാൻ ഒക്കർ, ചിലപ്പം ഒക്കർ ചെയ്യാം, ബട്ട് എന്നാലോ ഈസ് എക്സ്ട്രീമിലി റെയർ ആണ്. അപ്പോൾ അങ്ങനെ എക്സ്ട്രീമായിട്ട് അത് റെയർ ആണ് ഉണ്ടാകുന്നത്. ഇൻഫെക്ഷൻ അറൈസസ് ഫ്രം ആൻ ഐഡൻറ്റിഫയബിൾ ബ്രേക്ക് ഇൻ ദ സ്കിൻ ഫ്രം ട്രോമ. എന്താണ്, ട്രോമയൊക്കെ ഉണ്ടാകുന്നതാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഐഡൻറ്റിഫയബിൾ ബ്രേക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലം. പിന്നെ റെക്കറൻറ്റ് സെല്ലുലൈറ്റിസ്, അപ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണ് റെക്കറൻറ്റ് സെല്ലുലൈറ്റിസ് ഉണ്ടാകുന്ന മോർ കോമൺ, അവിടെ മോർ വന്നാണ്ട് മോർ കോമൺ ഇൻ പീപ്പിൾ ഹു ഹാവ് ക്രോണിക്, അങ്ങനെയുള്ളവർക്ക്, ലിംഫെഡിമ ഉള്ളവർക്ക്, എസ്പെഷ്യലി ദോസ് വിത്ത് ഹിസ്റ്ററി ഓഫ് വെനക്ടമി ഉള്ളവർക്ക്, കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ഗ്രാഫ്റ്റി, മാസ്റ്റെക്ടമി ഓർ പെൽവിക് സർജറി. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു സയൻസസ്. അപ്പം A പാർട്ട് വായിച്ചപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കി, സെല്ലുലൈറ്റിസ് എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് മനസ്സിലാക്കി, ഇത് ഏത് ഓർഗാനിസമോ ഉണ്ടാകുന്നതെന്ന് അവിടെ പറഞ്ഞു. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന സൈറ്റ് പറഞ്ഞു. പിന്നെ സെല്ലുലൈറ്റിസ് റെക്കറൻസി വരുന്നത് വീണ്ടും ഉണ്ടാകുന്ന ആർക്കൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. A മനസ്സിലാക്കി. അടുത്ത വരുന്ന ബിയിൽ എന്താണ്, സിവിയാരിറ്റി ഓഫ് സെല്ലുലൈറ്റിസിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സിവിയാരിറ്റി. അപ്പം അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. എന്താണ് ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ക്ലാസ് 1, 2, 3, 4 എല്ലാം പറഞ്ഞേക്കുന്നു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബിയിലോട്ട് നോക്കിയാൽ മതി. നമ്മൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെന്താണ്, ക്ലാസ് 1 നോ സൈൻസ് ഓഫ് സിസ്റ്റമിക് ടോക്സിസിറ്റി ഉള്ളത്, ക്ലാസ് 2 പേഴ്സൺ ചെയ്ത് സിസ്റ്റമിക്കലി അൺവെൽ ഓർ സിസ്റ്റമിക്കലി വെൽ ബട്ട് ദ കോമോർബിഡിറ്റി, എക്സാമ്പിൾ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, ക്രോണിക് വീനസ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഫോക്കസ് ചെയ്തോണം. നമ്മൾ എളുപ്പം വായിക്കണം, എന്നിട്ടത് ഫോക്കസ് ചെയ്താൽ മതി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. ക്ലാസ് 3 എന്താണ്, പേഴ്സണൽ സിഗ്നിഫിക്കൻറ്റ് സിസ്റ്റമിക് അപ്സെറ്റ് സച്ചാസ് എന്താണ്, 4 എന്താണ്. അപ്പം അത് താഴെ എന്താണ്, ഈ സസ്പെക്റ്റഡ് കേസസ് ഓഫ് സെല്ലുലൈറ്റിസ്. അപ്പം നമ്മൾ അവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണ് സസ്പെക്റ്റഡ് കേസസ് ഓഫ് സെല്ലുലൈറ്റിസ്.
അപ്പോൾ അവിടെ എന്താണ് സസ്പെക്റ്റഡ് കേസസിൽ എന്താണ് വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ എന്താണ് ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലൈസ് ഒക്കെ ഓർത്തിരിക്കേണ്ട വേടാ, കാരണം നമ്മുടെ 1 to 7 ഇതിങ്ങനെ വരും, ഹോസ്പിറ്റലൈസ് ഒക്കെ വരും. എനിവൺ വിത്ത് ക്ലാസ് 3 ഓർ IV, ഇൻ അഡീഷൻ എനിവൺ ഹൂ ഈസ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഹാസ് ഫേഷ്യൽ സെല്ലുലൈറ്റിസ് ഈസ് വെരി യങ് അണ്ടർ. അപ്പോൾ ഈ ബ്രാക്കറ്റ് കൊടുക്കുന്ന 12 months ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ വായിക്കുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ടൈം ഇത് സിവിയാരിറ്റി വരുന്നത്, റെഡ്യൂസ്ഡ് വരുന്നത്, ഇൻക്രീസ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ളിടത്തൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തോണം. എൽഡർലി ആൻഡ് ഫ്രെയിൽ ഓർ ഹൂ സെല്ലിറ്റിസ് റാപ്പിഡ്ലി ഡിറ്റീരിയേറ്റിംഗ് മസ്റ്റ് ബി ഹോസ്പിറ്റലൈസ്ഡ്. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ നമ്മൾ സൈഡിലോട്ട് എന്ന് വായിക്കുമ്പോൾ തന്നെ എഴുതി വെക്കുക ഹോസ്പിറ്റലൈസേഷൻ്റെ കാര്യമെല്ലാം പറയുന്നത് അവിടെയാണെന്ന്. നോട്ട് ദാറ്റ് മെനി അതർ കോമൺ കണ്ടീഷൻ ഇൻക്ലൂഡിങ് ഡീപ് പെയിൻ, എന്താണ് അതർ കോമൺ കണ്ടീഷൻ, ത്രോംബോസിസ്, DVT ഷെയർ ദ സെയിം സിംറ്റംസ് യൂണിലാറ്ററൽ റെഡ്നെസ് ആർ സ്വെല്ലിംഗ് ഓർ സെല്ലുലൈറ്റിസ് പോലെ തന്നെ വരുന്ന ഒരു സിംറ്റംസ്. അപ്പോൾ അവിടെ DVT സെല്ലുലൈറ്റിസ് പോലെ സെയിം വരുന്നത് എന്താണ് വരുന്ന സിംറ്റംസ്, സെല്ലുലൈറ്റിസ് പോലെ വരുന്നത്. ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ എഴുതി വെച്ചാൽ മതി, അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. മനസ്സിലായോ? ദ സെയിം ഈസ് ആൾസോ ട്രൂ ഫോർ റെയർ സീരിയസ് കണ്ടീഷൻസ് സച്ച് ആസ് മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ. ഒരു മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ വായിക്കുമ്പോൾ ബിയിൽ എന്താണ് ടൈപ്പ് പറയുന്നുണ്ട്, അവിടെ പിന്നെ റെയറായിട്ട് വരുന്നത് പറയുന്നുണ്ട്, ഏത് ഇതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് വായിക്കാം. അടുത്ത് നോക്കിക്കുക, സിയിലേക്ക് വരുമ്പോൾ സ്യൂട്ടബിൾ ഡ്രഗ് തെറാപ്പി ഫോർ ടിപ്പിക്കൽ സെല്ലുലൈറ്റിസ്. അപ്പോൾ ഡ്രഗ്സിൻ്റെ കാര്യം, അപ്പോൾ സിയിൽ എന്താണ് ഡ്രഗാണ്, ക്ലാസ് 1 ഏത് ഡ്രഗ്, ക്ലാസ് 2 3 ഏത്, 4 ഏത് ഡ്രഗ്. പിന്നെ ND ഡിസ്കസ് വിത്ത് ലോക്കൽ മെഡിക്കൽ മൈക്രോബയോളജി സർവീസ്. പിന്നെ സ്യൂട്ടബിൾ ഡ്രഗ് തെറാപ്പി ഫോർ എറ്റിപ്പിക്കൽ സെല്ലുലൈറ്റിസ്. അപ്പോൾ മേളിൽ എന്താണ് പറയുന്നത്, സൂട്ടബിൾ ഡ്രഗ് തെറാപ്പി ഫോർ ടിപ്പിക്കൽ. അപ്പോൾ ടിപ്പിക്കൽ സെല്ലുലൈറ്റിസും പറയുന്നുണ്ട്, ഏറ്റിപ്പിക്കലും പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് അവിടെ വായിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് മെഡിസിൻസിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ഡിയിലേക്ക് വരുമ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ലോക്കലി അഫക്റ്റഡ് ഏരിയ, എങ്ങനെ മാനേജ് ചെയ്യാം. പ്രിസ്ക്രൈബ്ഡ് അനാൽജസിക്സ് അവിടെയും പറയുന്നുണ്ട്, ഇനിഷ്യൽ പെയിൻ റിലീഫിൻ്റെ കാര്യം പറയുന്നു, അപ്രോപ്രിയേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൻ്റെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡ്രഗ് തെറാപ്പി എന്ന് വരുമ്പോൾ മേളിൽ മാത്രമല്ല, ഇവിടെ എന്താണ് പ്രിസ്ക്രൈബ്ഡ് അനാൽജസിയുടെ കാര്യം പറയുന്നുണ്ട്, പെയിൻ റിലീഫ് ചെയ്യാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിൻ്റെ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ ഡ്രഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അനുസരിച്ച് എക്കോട്ട് പോകണമെന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടേക്ക് അക്കൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ്ററാക്ഷൻ, ഫോർ എക്സാമ്പിൾ പ്രിസ്ക്രൈബിങ് ആൻറ്റി ഇൻഫ്ലമേറ്ററി വിത്ത് ACE ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ്. പിന്നെ റീനൽ ഫംഗ്ഷൻ്റെ കാര്യം, ഇവിടെ റീനൽ ഫംഗ്ഷൻ്റെ കാര്യം നമുക്കവിടെ പറയുന്നുണ്ട്, റീനൽ ഫംഗ്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അവോയ്ഡ് ദ യൂസ് ഓഫ് ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഒഴിവാക്കേണ്ടത് എന്താണ്, ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക് ആസ് ദീസ് ആർ അൺസ്യൂട്ടബിൾ ഫോർ ദ മാനേജ്മെൻറ്റ് എനി ക്ലാസ്. മോണിറ്റർ ടെമ്പറേച്ചറൊക്കെ മോണിറ്റർ ചെയ്യണം, ഹൈഡ്രേഷൻ നോക്കണം, എലിവേറ്റ് ചെയ്യണം അഫക്റ്റഡ് യൂസ്. എന്ത് വെച്ച്, ബെഡ് ക്രാഡിൽ ഒരു സംഭവം വന്ന് ബെഡ് ക്രാഡിൽ വെച്ച് എലിവേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഫോക്കസ് ചെയ്യുക. കണ്ടക്ട് പ്രൊആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ബ്ലിസ്റ്ററിങ്ങിന് ഇൻക്ലൂഡിങ് എസെപ്റ്റിക് ടെക്നിക്ക്. ബട്ട് ഈഫ് ഇൻ ഡൗട്ട് സീക്ക് സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് ചോദിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഈഫൊക്കെ വരുന്നത് ശ്രദ്ധിക്കുക. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് ചോദിക്കണം. പിന്നെ ഡിഫ്യൂസ് റെഡ്നെസ് വെൽ ഡെഗ്മെൻറ്റ് എഡ്ജസ് ക്യാൻ ബി മാർക്കഡ് ആസ് എ പെൻ ഇൻ ഓർഡർ ടു മോണിറ്റർ പ്രോഗ്രസ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട് ഇവിടെ അല്ലേ. പിന്നെ വൺസ് ദ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓഫ് സെല്ലിംഗ് ആണെങ്കിൽ റെഡ്നെസ് ഹാസ് സബ്സൈഡ്, അസസ് ദ പേഷ്യൻറ്റ്, കംപ്രഷൻ, ബാൻഡേജിങ്. അപ്പോൾ ഒരു ബാൻഡേജിങ്, കംപ്രഷൻ, അപ്പോൾ ഇതെല്ലാം മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. അങ്ങനെ നമ്മൾ എയിൽ എന്ത് പറയുന്നു, ബിയിൽ എന്താണ് പറഞ്ഞത്, സിയിൽ എന്ത് പറയുന്നു, ഡിയിൽ എന്ത് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1/2 മിനിറ്റ് എടുത്ത് നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം, 1/2 മിനിറ്റ് എടുത്ത് തന്നെ നിങ്ങളെപ്പോഴും വായിക്കണം. അത് നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. കാരണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. എൻ്റെ ആൻസർ ഇത് എവിടെ എന്ത് പറയുന്നു എന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രാവശ്യം മാത്രം വായിക്കാൻ ശ്രമിക്കുക. വായിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് അവിടെ എന്താണ് പറയുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ആ കോൺഫിഡൻസ് വരും, നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. നമ്മൾ പാനിക്കായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. നോക്കിക്കേ, വിച്ച് ആൻറ്റിബയോട്ടിക് ഫോർമുലേഷൻ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് സെല്ലുലൈറ്റിസ്. നോട്ട് സ്യൂട്ടബിൾ ആണ്. ഏത് ആൻറ്റിബയോട്ടിക് ഫോമാണ് സ്യൂട്ടബിൾ അല്ലാത്തതെന്നാണ് പറയുന്നത്. വിച്ച് ആൻറ്റിബയോട്ടിക് ഫോം ഈസ് നോട്ട് സ്യൂട്ടബിൾ അല്ലാത്തത് ഏതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മൾ വിച്ച് ആൻറ്റിബയോട്ടിക് ഫോമിൽ നോട്ട് സ്യൂട്ടബിൾ ട്രീറ്റ്മെൻറ്റ് സെല്ലുലൈറ്റിസ്. അപ്പോൾ എങ്ങോട്ട് പോകണം, നമ്മൾ അവോയ്ഡ് എന്ത് എഴുതിയിട്ടുണ്ട് അല്ലേ, നമ്മൾ മാനേജ്മെൻറ്റിൽ കണ്ടോ. അപ്പോൾ വിച്ച് ആൻറ്റിബയോട്ടിക് ഫോർമുലേഷൻ, നമ്മൾ ആ മെഡിസിൻ വായിച്ചത് എവിടേക്കാണ് മെഡിസിൻ വായിച്ചത്, ഡ്രഗ് തെറാപ്പിക്കകത്ത് മെഡിസിൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ടിപ്പിക്കൽ സെല്ലുലൈറ്റിസിനും എറ്റിപ്പിക്കൽ സെല്ലുലൈറ്റിസിനുമുള്ള ഡ്രഗ് തെറാപ്പിയാണ് നമ്മളവിടെ വായിച്ചത് അല്ലേ.
പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, മാനേജ്മെൻറ്റിൽ നോക്കുക, അവോയ്ഡ് ദ യൂസ് ഓഫ് ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ വായിച്ചു വെച്ചേക്കുന്നുണ്ടോ? അപ്പോൾ എന്താണ് അവിടെ ആൻസർ? ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക് ഉണ്ടോ? വിച്ച് ആൻറ്റിബയോട്ടിക്. അപ്പോൾ ആൻറ്റിബയോട്ടിക് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ടോപ്പിക്കൽ ആണ് എന്താ, ഏത് ആൻറ്റിബയോട്ടിക്കാണ് സ്യൂട്ടബിൾ അല്ലാത്ത, സെല്ലുലൈറ്റിസിന് സ്യൂട്ടബിൾ അല്ലാത്തത് ഏതാണ്? ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്സ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് എങ്ങോട്ട് പോകണം എന്ന് നോക്കിയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, വിച്ച് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റ് റിലേറ്റഡ് കണ്ടീഷൻ വുഡ് പ്രോംപ്റ്റ് എ ക്ലാസ് 2 കാറ്റഗറൈസേഷൻ. അപ്പം വിച്ച്, ഏത് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റ് റിലേറ്റഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് എന്താ വരേണ്ടത്? ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, വെയിറ്റ് റിലേറ്റഡ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വുഡ് പ്രോംപ്റ്റ് എ ക്ലാസ് 2 കാറ്റഗറൈസേഷൻ. അപ്പോൾ എങ്ങോട്ട് പോകണം? നമ്മൾ ക്ലാസ് 2 കാറ്റഗറൈസേഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചത്? ക്ലാസ് 2 കാറ്റഗറൈസേഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചത്? നോക്കുക, കണ്ടോ? ക്ലാസ് 2 കാറ്റഗറൈസേഷൻ നമ്മൾ പഠിച്ചു. അതിനകത്ത് എന്താണ് നമ്മുടെ ആൻസറായിട്ട് വരേണ്ടത്? വെയിറ്റ്, വിച്ച് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റ് റിലേറ്റഡ് കണ്ടീഷൻ വുഡ് പ്രോംപ്റ്റ് എ ക്ലാസ് 2 കാറ്റഗറൈസേഷൻ. അപ്പോൾ ഒരു കണ്ടീഷൻ ആയിരിക്കേണ്ട വരേണ്ടത്. അപ്പോൾ ക്ലാസ് 2 പോവുക. നമ്മുടെ കണ്ടീഷൻ ഏതാണ്? മോർബിഡ് ഒബിസിറ്റി, ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി ഓർ മോർബിഡ് ഒബിസിറ്റി വിച്ച് മേ കോംപ്ലിക്കേറ്റ് ഓർ ഡിലേ റെസൊല്യൂഷൻ ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടോ? അതാണ് കണ്ടീഷൻ, മോർബിഡ് ഒബിസിറ്റി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കിക്കേ, വാട്ട് സിംഗിൾ ഡോസ് ഓഫ് IV ബെൻസോപെൻസിലിൻ. അപ്പം നമ്മൾ ചിന്തിക്കണം, IV ബെൻസൈൽ പെൻസിലിൻ എങ്ങോട്ട് പോകണം? കാറ്റഗറി ഏതാണ്? നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? സിയിലോട്ട്. നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, മെഡിസിൻ്റെ വായിച്ചു വെച്ചിട്ടുണ്ട് സിയിലാണെന്ന്. ഉണ്ടോ? സിയിൽ വായിച്ചു വെച്ചിട്ടുണ്ടോ? സിയിൽ വായിച്ചു വെച്ചിട്ടുണ്ട്. സിയിലേക്ക് പോവുക. എന്നിട്ട് എന്താണ്? വിച്ച് സിംഗിൾ ഡോസ് ഓഫ് IV ബെൻസൈൽ പെൻസിലിൻ. അപ്പോൾ സിംഗിൾ ഡോസ് എന്നുള്ളത് മറന്നു പോകല്. സിംഗിൾ ഡോസ് ഓഫ് IV ബെൻസൈൽ പെൻസിലിൻ ഷുഡ് ബി അഡ്മിനിസ്ട്രേഡ് ടു ക്ലാസ് 4 പേഷ്യൻ്റ്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ക്ലാസ് 4 പേഷ്യൻ്റ് താണ്ടി കിടക്കുന്നു, ക്ലാസ് 4ലേക്ക് പോയാൽ മതി. സിംഗിൾ ഡോസ് ഓഫ് IV ബെൻസൈൽ പെൻസിലിൻ എടുക്കുക. സിംഗിൾ ഡോസ് ആണ് ബെൻസൈൽ 2.4 ഗ്രാം 2 to 4 അവർലി. സിംഗിൾ ഡോസ് അവർലി ഏതാണ്? അപ്പോൾ 2.4. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമല്ലേ? ഇപ്പം നമ്മളതങ്ങനെ വായിച്ച് വെച്ചുകൊണ്ടല്ലേ നമുക്ക് ആൻസർ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, വാട്ട് മേ ബി ഇംപെയർഡ് ഇഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് ആർ ഗിവൺ ടു എ പേഷ്യൻ്റ് ഹൂ ടേക്ക് AC ഇൻഹിബിറ്റേഴ്സ്. അപ്പം ആരാണോ AC ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അത് എന്താണ് ഇമ്പയർ? വാട്ട് മേ ബി ഇമ്പയർഡ്, എന്ത് ഇമ്പയർ ചെയ്യും? ഇഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് ആർ ഗിവൺ ടു പേഷ്യൻ്റ് ഹൂ ഹാവ് ടേക്ക് AC ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ എന്താണ് ഇമ്പയർ ചെയ്യുന്നതാണ് നമുക്കറിയേണ്ടത്. എന്താണ് ഇമ്പയർ ചെയ്യുന്നത്? അപ്പോൾ അത് എങ്ങോട്ടാണ് പോകേണ്ടത്? അപ്പോൾ AC ഇൻഹിബിറ്റേഴ്സിൻ്റെയൊക്കെ നമ്മൾ വായിച്ച് വെച്ചിട്ടുണ്ട്. AC ഇൻഹിബിറ്റേഴ്സിൻ്റെ എവിടെയാണ് വായിച്ച് വെച്ചേക്കുന്നത്? ഇവിടെ വായിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? AC ഇൻഹിബിറ്റേഴ്സ് നമ്മളവിടെ കണ്ടോ? ആൻറ്റി ഇൻഫ്ലമേറ്ററി AC ഇൻഹിബിറ്റേഴ്സ് വായിച്ചിട്ടുണ്ട്. എന്താണ് റീനൽ ഫംഗ്ഷൻ? ബ്ലോക്കേഴ്സ് മേ പോസ് പർട്ടിക്കുലർലി റിസ്ക് ടു ആർക്കാണ്? റീനൽ ഫംഗ്ഷൻ. കണ്ടോ? പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വേണം എടുക്കാൻ. വാട്ട് ഈസ് എ സിംഗിൾ ഡോസ് ഓഫ് ഫ്ലൂക്ലോക്സാസിൻ റെക്കമെൻഡഡ്. അപ്പോൾ ഫ്ലൂക്ലോക്സാസിൻ എവിടെയാണ്? നമുക്കറിയാം ഫ്ലൂക്ലോക്സാസിൻ നമ്മൾ വായിച്ചു വെച്ചേക്കുന്നത് എവിടെയാണെന്ന്. പാർട്ട് സിയിലാണ് വായിച്ചു വെച്ചേക്കുന്നത്. എളുപ്പമല്ലേ? ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? സിംഗിൾ ഡോസ് ഓഫ് ഫ്ലൂക്ലോക്സാസിൻ റെക്കമെൻഡഡ് ഫോർ ദ ലീസ്റ്റ് സീരിയസ് കാറ്റഗറി ഓഫ് സെല്ലുലൈറ്റിസ്. ലീസ്റ്റ് സീരിയസ് കാറ്റഗറി ഓഫ് സെല്ലുലൈറ്റിസ് അങ്ങനെ തന്നെ വായിച്ച് കൊണ്ടുപോകണം. ലീസ്റ്റ് സീരിയസ് കാറ്റഗറി ഓഫ് സെല്ലുലൈറ്റിസിൽ എത്രയാണ് സിംഗിൾ ഡോസ് ഓഫ് ഫ്ലൂക്ലോക്സാസിലിൻ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ നോക്കുക, ലീസ്റ്റ് ഫ്ലൂക്ലോക്സാസിനിലേക്ക് വരിക എന്നുണ്ടോ? ഫ്ലൂക്ലോക്സാസിലിൻ കണ്ടു, ലീസ്റ്റാണ് നോക്കേണ്ടത് നമുക്ക്. എന്താണ് ഫ്ലൂക്ലോക്സാസിലിൻ? ഫസ്റ്റ് ലൈൻ 500 mg കണ്ടോ? ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈൻ 500 mg യൂസ് ചെയ്യണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാക്സിമം സിംഗിൾ ഡോസ് ഓഫ് IV ക്ലിൻഡാമൈസിൻ റെക്കമെൻഡ് ഫോർ എ പേഷ്യൻ്റ് വിത്ത് ക്ലാസ് 4. എളുപ്പമല്ലേ? ക്ലാസ് 4 വരിക, ക്ലിൻഡാമൈസിൻ എടുക്കുക, മാക്സിമം സിംഗിൾ ഡോസ് എടുക്കണം. മാക്സിമം സിംഗിൾ ഡോസ് അതെന്താണ്? മാക്സിമം സിംഗിൾ ഡോസ് ഇപ്പോൾ ഏതാണ്? പെർ ഡേ അല്ലേ സിംഗിൾ ഡോസ് വരുന്നത്? 1.2 ഗ്രാം പെർ ഡേ. മാക്സിമം സിംഗിൾ ഡോസ് എന്ന് വരുമ്പോൾ 1.2 ഗ്രാം പെർ ഡേ. 1.2 ഗ്രാം ക്ലിൻഡാമൈസിൻ 600 mg. അതാണ് ക്ലാസ് 4 സെല്ലുലൈറ്റിസ്. കണ്ടോ? ക്ലാസ് 4 ആണ്, നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. അതാണ് മാക്സിമം സിംഗിൾ ഡോസ് IV ക്ലിൻഡാമൈസിൻ ആണ്. അപ്പോൾ
എത്രയാണ്? 1.2 ഗ്രാം. 1.2 ഗ്രാം 4 × 10 കണ്ടോ ആൻസർ. നെക്സ്റ്റ് നോക്കിക്കുക 18ാമത്തെ. WHO ക്വസ്റ്റ്യൻസ് നമ്മൾ എളുപ്പമാണ് ചെയ്യാൻ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് നമുക്ക് ചെയ്യാൻ ഇച്ചിരി പാട്. ഇറ്റ് മേ ബി നെസസറി ടു ക്യാരി ഔട്ട് ഡാഷ് ഓഫ് ബ്ലിസ്റ്റേഴ്സ് കോസ്ഡ് ബൈ സെല്ലുലൈറ്റിസ്. ഇറ്റ് മേ ബി നെസസറി അത്യാവശ്യമാണ് ടു ക്യാരി ഔട്ട് ഡാഷ് ഓഫ് ബ്ലിസ്റ്റേഴ്സ് കോസ്ഡ് ബൈ സെല്ലുലൈറ്റിസ്. അപ്പോൾ ബ്ലിസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലായി. ഡാഷ് ഓഫ് ബ്ലിസ്റ്റേഴ്സിൻ്റെ എന്തോ ഒരു കാര്യം അല്ലേ. അപ്പോൾ എന്താണ്? ഇറ്റ് മേ ബി നെസസറി ക്യാരിഡ് ഔട്ട് ചെയ്യുന്നൊരു കാര്യം അത്യാവശ്യമാണ്. അതെങ്ങോട്ടാണ് പോകേണ്ടത്? ബ്ലിസ്റ്റേഴ്സ് കോസ്ഡ് ബൈ സെല്ലുലൈറ്റിസിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ബ്ലിസ്റ്റേഴ്സിൻ്റെ കാര്യം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലിസ്റ്റേഴ്സൊക്കെ നമ്മളിവിടെ വായിച്ചു വെച്ചായിരുന്നു. ബ്ലിസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കിക്കേ. ബ്ലിസ്റ്റേഴ്സിൻ്റെ കാര്യം നമ്മളെവിടെയാണ് വായിച്ചു വെച്ചേക്കുന്നത് നോക്കുക. നമ്മൾ ഏത് പാരഗ്രാഫിലാണത് പോയെന്ന് നോക്കുക. എന്താണ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് പോകണം. ഇതിന് അത്യാവശ്യമാണ് ക്യാരി ഔട്ട് ചെയ്യാൻ. എന്താണ്? ബ്ലിസ്റ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ മാനേജ്മെൻറ്റിൽ കണ്ടോ? കണ്ടക്ട് പ്രോആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടോ? ബ്ലിസ്റ്റേഴ്സ് നെസസറി ടു ഇൻക്ലൂഡിങ് aseptic aspiration but if in doubt seek specialist. അപ്പോൾ കണ്ടക്ട് പ്രോആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ബ്ലിസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് aseptic aspiration. അപ്പം മേ ബി നെസസറി ടു ക്യാരി ഔട്ട്, അതാണ് കണ്ടക്റ്റിംഗ്, അത്യാവശ്യമാണ് ക്യാരി ഔട്ട് ചെയ്യാൻ. എന്താണ്? aseptic aspiration ഓഫ് ബ്ലിസ്റ്റേഴ്സ് കോസ്ഡ് ബൈ സെല്ലുലൈറ്റിസ്. അത് അത്യാവശ്യമാണ്. ഉണ്ടോ ആൻസർ വന്നത്? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വെൻ പ്രിസ്ക്രൈബിങ് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഡാഷ് മേ ബി യൂസ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ഐബുപ്രോഫൻ. എന്താണ് ആൾട്ടർനേറ്റീവിൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ്? ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് എന്താണ്? ഡാഷ് മേ ബി യൂസ്ഡ് ആണ്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുകൊണ്ട് ഇവിടെ ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഡിയിൽ വായിച്ചു വെച്ചായിരുന്നു. എന്താണ്? ഓർ നാപ്രോക്സൻ 100 mg per day ഓർ ലെസ് ആണ്. യൂസ് ഐബുപ്രോഫൻ ബ്രാക്കറ്റിൽ എന്താണ്? നാപ്രോക്സൻ. വെൻ പ്രിസ്ക്രൈബിങ് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് ഡാഷ് മേ ബി യൂസ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ്. ഐബുപ്രോഫന് ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? നാപ്രോക്സൻ. കണ്ട. അപ്പോൾ നമ്മളിതൊക്കെ വായിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഡ്രഗ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ്, എ പേഷ്യൻറ്റ് മേ ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ. ഒരു പേഷ്യൻറ്റ് ഇൻഫെക്ഷൻ എക്സ്പോസ്ഡ് ആയി ബൈ സ്വിമ്മിങ് ഇൻ സർഫസ് വാട്ടർ ഓർ യൂസിങ്. എന്താണ്? ഒരു പേഷ്യൻറ്റ് എക്സ്പോസ്ഡ് ആയിട്ട് ഇൻഫെക്ഷൻ ബൈ ഇങ്ങനെയാണ് സ്വിമ്മിങ് ഇൻ സർഫസ് വാട്ടർ ഓർ യൂസിങ്, എന്തോ ഒന്ന് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതിനകത്തുണ്ടോ നോക്കുക. എന്താണ്? നമ്മുടെ എയിലേക്ക് പോകാം നമുക്ക്. നമ്മുടെ ആൻസറിൽ അപ്പം അവിടെ കാണുമായിരിക്കും കേട്ടോ. എയിൽ നമ്മൾ വായിച്ചു വെച്ചായിരുന്നു എന്തൊക്കെയായിരുന്നു? സെല്ലുലൈറ്റിസ് എങ്ങനെ ഉണ്ടാകുന്നതെന്നും അതിൻ്റെ ഓർഗാനിസംസ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് അതിൽ വായിച്ചിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ നോക്കിയില്ല. പിന്നെ എന്താണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എ പേഷ്യൻറ്റ് മേ ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ബൈ സ്വിമ്മിങ് ഇൻ സർഫസ് വാട്ടർ ഓർ യൂസിങ്. എന്താണ് യൂസ് ചെയ്യുന്നത്? എന്താണ് അവിടെ ആൻസറായിട്ട് വരേണ്ടതാണ്. അപ്പോൾ എന്താണ്? നമുക്കത് നമ്മുടെ ആൻസർ എയിൽ നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ അതിൻ്റെ ആൻസർ എന്താണെന്ന്. സർഫസ് വാട്ടർ ഓർ യൂസിങ് എന്താണെന്നാണ്. വേണ്ടേ? കോസ്ഡ് ബൈ യൂസ് ഓഫ് ഹോട്ട് ടബ്സ് ഉണ്ടോ? സ്യൂഡോമോണസ് എറിഗിനോസ കോസ്ഡ് ബൈ യൂസ് ഓഫ് ഹോട്ട് ടബ്സ്. കണ്ടോ? ഹോട്ട് ടബ്സ് ആൻസർ. സർഫസ് വാട്ടർ ഓർ യൂസിങ് എന്താണ്? ഹോട്ട് ടബ്സ്. അതാണ് സർഫസ് വാട്ടർ കോസ്ഡ് ബൈ എക്സ്പോഷർ ടു സോൾട്ട് വാട്ടർ പറഞ്ഞേക്കുന്നു. പിന്നെ അടുത്ത എന്താണ്? ഹോട്ട് ടബ്സ്. ഇതിലോട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി. കണ്ടീഷൻ സച്ച് ആസ് ഡാഷ് ഓർ ഈവൻ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ മേ ബി മിസ്റ്റേക്കൺ ഫോർ സെല്ലുലൈറ്റിസ്. അതെ, അത് ഇതിനകത്ത് നമ്മൾ ഇവിടെ കണ്ടീഷൻ അത് കറക്റ്റായിട്ട് നമ്മളത് വായിച്ചു വെച്ചിട്ടുണ്ട്. മിസ്റ്റേക്കണായിട്ട് ഈ മെറ്റാസ്റ്റാറ്റിക്സ് ഒക്കെ വരുന്നത് നമ്മൾ കറക്റ്റ് വായിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ? ബിയിലോട്ട് നോക്കിക്കേ, നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടീഷൻ. അവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. മെറ്റാസ്റ്റാസിസ് ഇവിടെ വായിച്ചു വെച്ചിട്ടുണ്ട്. റെക്കറൻ്റ് ആയിട്ട് വരുന്നത്
വേണ്ട നോക്കിക്കേ. നോട്ട് ദ മെനി അതർ കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് സെയിം സിംറ്റംസ് ഉണ്ടാവും. സെയിം അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടീഷൻ സച്ച് ആസ് ഡാഷ് ഓർ ഈവൻ മെറ്റാസ്റ്റസിസ് ക്യാൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത കണ്ടീഷൻ ഡീപ്പ് വെയിൻ ത്രോംബോസിസും അങ്ങനെ തന്നെയാണ്. മിസ്സെല്ലൈറ്റിസ് ആണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. സെയിം സിംറ്റംസ് കാണിക്കും. സെല്ലുലൈറ്റിസ് ആണ് തെറ്റിദ്ധരിക്കുന്നത്. എന്താണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസും അങ്ങനെയാണ്, മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറും അങ്ങനെയാണ്. മനസ്സിലായോ അതിൻ്റെ ആൻസർ വന്നത് എങ്ങനെയാണെന്ന്? ഇതെല്ലാം നമ്മൾ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് ഫോക്കസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ലേ. അങ്ങോട്ട് നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പേഷ്യൻറ്റ് വിത്ത് എക്സാസർബേറ്റിംഗ് സെല്ലുലൈറ്റിസ് ഉള്ളൊരു പേഷ്യൻറ്റ്, എ കോംപ്രമൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ദോസ് വിത്ത് ഡാഷ് ഷുഡ് ബി ഹോസ്പിറ്റലൈസ്ഡ്. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ഇത് അവിടെ തന്നെ ഉണ്ട്. ഹോസ്പിറ്റലൈസ്ഡ് നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലൈസ്ഡ് എന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് തോന്നുന്നതൊക്കെ നമ്മുടെ ബുക്ക്ലെറ്റിന് സൈഡിലോട്ടൊന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ ഷോർട്ട് ഫോമിൽ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓടി വന്ന് നോക്കുമ്പോൾ അത് സൈഡിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഫേഷ്യൽ സെല്ലുലൈറ്റിസ്. പേഷ്യൻറ്റ് വിത്ത് എക്സാസർബേറ്റിംഗ് ആയിട്ട് സെല്ലുലൈറ്റിസ് ഉണ്ട്, കോംപ്രമൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റമാണ്, ആൻഡ് ദോസ് വിത്ത് ഡാഷ് ഷുഡ് ബി ഹോസ്പിറ്റലൈസ്ഡ്. എങ്ങനെയാണ്? ഫേഷ്യൽ സെല്ലുലൈറ്റിസ് എ വെരി യങ് അണ്ടർ 12 months ഓർ എൽഡർലി ഓർ ഫാൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യേണ്ടത്. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഹാസ് ഫേഷ്യൽ സെല്ലുലൈറ്റിസ്. അപ്പോൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താ എടുക്കേണ്ടത്? വിത്ത് ഫേഷ്യൽ സെല്ലുലൈറ്റിസ്. നെക്സ്റ്റ്, പേഷ്യൻറ്റ് സഫറിങ് ഫ്രം ഡാഷ് ക്യാൻ എക്സ്പീരിയൻസ് റിപ്പീറ്റ് എപ്പിസോഡ്സ് സെല്ലുലൈറ്റിസ്. റിപ്പീറ്റ് എപ്പിസോഡ്സ് മീൻസ് എന്താണ്? റെക്കറൻസ്. നമ്മൾ റെക്കറൻസ് വായിച്ച് വെച്ച് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് എയിൽ കണ്ട റെക്കറൻസ് വായിച്ച് വെച്ച് അവിടെ എന്താണ് ആൻസർ വരുന്നത്? ക്രോണിക് ലിംഫഡിനൈറ്റിസ് ആൻഡ് ലിംഫോമ, ക്രോണിക് ലിംഫഡിമ. കണ്ടോ ക്രോണിക് ലിംഫഡിമ റെക്കറൻ്റ് നമ്മളിവിടെ വായിച്ചും വെച്ച് എഴുതി വെച്ചായിരുന്നു. റെക്കറൻ്റായിട്ട് വരുന്നു. ഈസി ആയിട്ട് എന്ത് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും നോക്കി. 20 ആൻസർ പെട്ടെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ? ഇങ്ങനെയാണ് ആൻസർ എടുക്കേണ്ടത്. 1 to 7 അതുപോലെ തന്നെ നമുക്ക് വിത്തിൻ സെക്കൻഡ് 1 to 7 എടുക്കാൻ പറ്റും നമ്മളിങ്ങനെ വായിച്ചാൽ. എങ്ങനെയാണ് നോക്ക്. ട്രീറ്റ്മെൻറ്റ് ഫോർ സെല്ലുലൈറ്റിസ് കോസ്ഡ് ബൈ ലെസ് കോമൺ ബാക്ടീരിയ. ട്രീറ്റ്മെൻറ്റ് എവിടെയാണ്? സിയിലല്ലേ നമ്മൾ പറഞ്ഞ്. ട്രീറ്റ്മെൻറ്റ് പറഞ്ഞത് എവിടെയാണ്? സി. എ റീസൺ ഫോർ ഡ്രോയിങ് എറൗണ്ട് ദ ഏരിയ അഫക്റ്റഡ് ബൈ സെല്ലുലൈറ്റിസ്. എ റീസൺ ഫോർ ഡ്രോയിങ് എറൗണ്ട് ദ ഏരിയ നമ്മൾ വരച്ച് വെക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? മാനേജ്മെൻറ്റ് പറഞ്ഞപ്പോൾ വരച്ച് വെക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഡി. സെക്കൻഡ് ആൻസർ ഡി. തേർഡ്, എ സിസ്റ്റം ഫോർ ഡിറ്റർമിനിങ് വെയർ ആൻഡ് ഹൗ ബെസ്റ്റ് ടു ട്രീറ്റ് പേഷ്യൻ്റ് വിത്ത് സെല്ലുലൈറ്റിസ്. എ സിസ്റ്റം തീരുമാനിക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ സെല്ലുലൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്നത്. ഡിറ്റർമിൻ ചെയ്യുന്നത്. എ സിസ്റ്റം ഫോർ വേണ്ടി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയർ ആൻഡ് ഹൗ എവിടെ എങ്ങനെ ബെസ്റ്റ് ടു ട്രീറ്റ് പേഷ്യൻറ്റ് വിത്ത് സെല്ലുലൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിനെ. അതെവിടെയാണ്? ബിയിൽ പറഞ്ഞിട്ടുണ്ട്. ബിയിലല്ലേ ഹോസ്പിറ്റലൈസേഷനൊക്കെ പറഞ്ഞേക്കുന്ന ബിയിലാണ്. നെക്സ്റ്റ്, സിംറ്റംസ് ദാറ്റ് മേ ബി എക്സ്പീരിയൻസ് ബിഫോർ ദി ഇൻഫെക്ഷൻ ഈസ് വിസിബിൾ. സിംറ്റംസ് ദാറ്റ് മേ ബി എക്സ്പീരിയൻസ് ചെയ്യുന്നു ബിഫോർ ഇൻഫെക്ഷൻ വിസിബിൾ ആവുന്നതിന് മുമ്പ് സിംറ്റംസ് വിസിബിൾ ചെയ്യുന്നു. നമ്മൾ എയിലല്ലേ പറഞ്ഞത്. എക്യുപ്മെൻറ്റ് ഫോർ എൻഷുറിങ് ദാറ്റ് പേഷ്യൻ്റ് ലെഗ്സ് ആർ മോർ കംഫർട്ടബിൾ ഇൻ ബെഡ്. എക്യുപ്മെൻറ്റ് മാനേജ്മെൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഡിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെൻറ്റ് ഡി ആണ്. ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ ഫോർ സെല്ലുലൈറ്റിസ് പേഷ്യൻറ്റ് ഹു കനോട്ട് ടോളറേറ്റ് വൺ ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. എവിടെയാണ് പറഞ്ഞത്? ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ നമ്മൾ പറഞ്ഞത് എവിടെയാണ്? സിയിലല്ല ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞേക്കുന്നത്. ഹൗ ടു ഡീൽ വിത്ത് ദ ഇൻഫെക്ഷൻ സൈറ്റ് ആഫ്റ്റർ ദ സെല്ലിംഗ് ടു ബിഗാൻ ടു റെഡ്യൂസ്. എങ്ങനെ ഡീൽ ചെയ്യണം? മാനേജ്മെൻ്റ് ആണ്. എങ്ങനെ ഡീൽ ചെയ്യണം? ഹൗ ടു ഡീൽ. ദിസ് ഈസ് മാനേജ്മെൻറ്റ്. ഹൂ ഷുഡ് ബി കൺസൾട്ടഡ് റിഗാർഡിംഗ് ഫാർമക്കോതെറാപ്പി ഫോർ സെല്ലുലൈറ്റിസ്. സിയിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നൊക്കെ നമുക്ക് സിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എ പാർട്ട് നമ്മൾ ക്രാക്കിൽ ചെയ്യുന്നത്. നമ്മൾ 2 minutes എടുത്ത് നമ്മൾ 4 എക്സ്ട്രാക്റ്റും വായിക്കുക. നമുക്ക് സംശയം തോന്നുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ വേർഡിൽ അല്ല നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഷോർട്ട് ഫോമിൽ സൈഡിലോട്ട് ബുക്കിലെറ്റിൻ്റെ സൈഡിൽ എഴുതി പോവുക. കറക്റ്റ് മനസ്സിലാക്കി പോയി. എയിൽ എന്ത് പറഞ്ഞേക്കുന്നു, ബിയിൽ എന്ത് പറഞ്ഞേക്കുന്നു, സിയിൽ ഡിയിൽ കറക്റ്റ് ഫോക്കസ് ചെയ്ത് പോവുക. എന്നിട്ട് എന്ത് വേണം? ക്വസ്റ്റ്യൻ രണ്ടാമത് വായിക്കാനുള്ള ഇടവരത്. എങ്ങോട്ട് പോകണം, എൻ്റെ ആൻസർ എന്തായിരിക്കണം, ഇങ്ങനെ മനസ്സിലാക്കി ലൊക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. 13 minute 12 minute നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാവുന്ന പല ടിപ്പുകളും ട്രിക്സും എ പാർട്ടിൽ ബിയും സിയും ഒക്കെ ക്രാക്കിൽ ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിലൂടെ നമ്മളിനി വരും വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ക്ലാസ്സസ് വേണ്ടവർക്കും നിങ്ങൾ ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.